next question. Find the mean and variance of the data. Find the mean and variance. Find the mean and variance of the data. Find the mean and variance of the data. Xi is equal to അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് ഞാൻ ഇറക്കി എടുക്കൂട്ടാ. നിനക്കെന്ത് ലാഭം? എന്നാ പിന്നെ നീ വരണ്ട, നീ അവിടെ ഇരുന്നോ. Xi is equal to 6, 7, 10, 12, 13, 4, 8, 12. Find the mean and variance. Find അപ്പൊ ആദ്യം എക്സ് ബാർ കണ്ടുപിടിച്ചേ. ഒരു ഡാറ്റ മാത്രമേ ഉള്ളൂ. എക്സ് ബാർ ഫസ്റ്റ് കണ്ടുപിടിച്ചേ. എക്സ് ബാർ കണ്ടുപിടിക്കണമെങ്കിൽ ആഡ് ചെയ്യാ. എഫ് ഐ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ ഡാറ്റ. എന്താ അല്ല, നമ്മൾ ആദ്യം പഠിച്ചത് അങ്ങനെ തന്നെയല്ലേ. ആദ്യം ഒരു ഡാറ്റ മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഇല്ലാണ്ട് കണ്ടുപിടിക്കാം. എക്സ് ബാർ കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. ആഡ് ചെയ്യാ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. വേഗം ചെയ്തേ. മടിയന്മാരൊക്കെ ഉണ്ട് ഇവിടെ കുറെ. എടാ ജ്യോതിഷ അവിടെ നിന്ന് ചെയ്തോളൂ. നീ ഇവിടെ വേണ്ട, കുഴപ്പമില്ല. സൗണ്ട് കേൾക്കില്ല. കണ്ടുപിടിച്ച എക്സ് ബാർ ക്വസ്റ്റ്യൻ എക്സ് ബാർ ടോട്ടൽ ചെയ്യാ 6 plus 7 plus 10 plus etc to 12 divided by 1, 2, 3, 4, 5, 6, 7, 8. Variance. എത്ര കിട്ടിയടാ? ചെയ്യടാ ഇത്. എന്ത് വരും? 9. അപ്പൊ നോക്കിക്കേ, വേരിയൻസ് കാണാൻ വേണ്ടിട്ട് നോക്കിക്കേ. അടുത്തത് എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. മോഡ്ലെസ് സ്ക്വയർ എടുക്കുമ്പോ മോഡ്ലെസ് വേണമെന്നില്ലടാ. എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. വേരിയൻസ് ഡിനോട്ട് ചെയ്യാൻ എന്താ എടാ സംസാരിക്കാനും ചെയ്തടാ. വേരിയൻസ് ഡിനോട്ട് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് വേരിയൻസിന്റെ ഫോർമുല എഴുതിയിട്ടുണ്ട്. വേഗം കണ്ടുപിടിച്ച് വേരിയൻസ്. എന്താണ് കുടിക്കണ്ട? മോഡ്ലെസ്. നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നതോറും എക്സാമിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. എന്നിട്ട് എക്സാമിന് ചെയ്യുമ്പോൾ കെയർലെസ് മിസ്റ്റേക്ക് ഒന്ന് തെറ്റുകയും ചെയ്യും. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അക്യുറസി കൂടുള്ളൂ. എക്സ് ബാർ കണ്ടുപിടിക്കാൻ മടി ചിലവന്മാർക്ക്. നീ എന്നോട് ചോദിക്കും, ഞാൻ പറയാം. നീ എന്നോട് ചോദിക്കണ്ട. നിനക്ക് കിട്ടിയാ? ഇവിടെ ഒരു ഡാറ്റ മാത്രമുള്ള നമ്പർ ഓഫ് ടൈംസ്. എഫ് ഉണ്ടെങ്കിൽ സം ഓഫ് എഫ് ഐ ആയിരിക്കും കേട്ടോ. അതിന്റെ നമ്പർ എത്ര ഉണ്ട്? 1, 2, 3, 4. എന്താണ് ഇവിടുത്തെ 8 ട്ടാ. ആ സംതിങ് വേണ്ട, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ പറ. എത്ര ടൈംസ് ഉണ്ട് ഇവിടെ? 1, 2, 3, 8.
ഇപ്പൊ തന്നെ നിന്റെയൊക്കെ തെറ്റാണ്. 74. 74. ആൻസർ വേരിയൻസ് സിഗ്മ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് റൂട്ട് എടുക്കേണ്ടത്. എന്താണ് വൈറ്റ്നറാ മുഖത്ത്? അല്ലടാ വൈറ്റ്നർ ഇപ്പഴത്തെ സൈഡ് പോയില്ല. ഒന്നും പോയില്ല. അതേ ഇവിടെ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കണ. കഴിഞ്ഞാടാ. എത്ര കിട്ടി? 9.25. അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെട്ര. അതങ്ങനെ നമ്മൾ ഇക്വേഷനിലോട്ട് ഇട്ടാ ചെയ്യണത്. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നോക്കിക്കേ, സിഗ്മയ്ക്ക് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് ഈ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ സിഗ്മ സ്ക്വയർ. സെയിം ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ എക്സൈയുടെ സ്ക്വയർ എടുക്കുക ബൈ n മൈനസ് സമ്മേഷൻ ഓഫ് xi ബൈ n ദ ഹോൾ റേസ് ടു ഹോൾ സ്ക്വയർ. ഇത് വേറൊരു ഇക്വേഷൻ ആണ്. നോക്കിക്കേ, ഈ ഇക്വേഷൻ തന്നെയാണ് സെയിം, പക്ഷെ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണം. അതായത് സമ്മേഷൻ xi ബൈ n, സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ബൈ n മൈനസ് സമ്മേഷൻ ഓഫ് xi ബൈ n ദ ഹോൾ സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. അപ്പൊ നോക്കിക്കേ, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്താടാ? അതായത് n നാച്ചുറൽ നമ്പറിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താ? ഫോർമുല അതായത് സമ്മേഷൻ, അതായത് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താ ശരിക്കും? സമ്മേഷൻ xi ബൈ n അല്ലേ എക്സ് ബാർ? xiകളെല്ലാം കൂടി ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ n ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് ബാർ കിട്ടുന്നത്. അപ്പൊ ഈ xi നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 2 പ്ലസ് എക്സെട്രാസ് 2 പ്ലസ് n ഡിവൈഡഡ് ബൈ എന്തായി? n എന്ന് പറയുന്നത് എന്താ? ഇതിനൊരു ഫോർമുല നിങ്ങൾ പ്ലസ് 1 പഠിച്ചിട്ടില്ലേ? സീക്വൻസ് ആൻഡ് സീരീസ് പണ്ടോടി പഠിച്ചിട്ടില്ലേ? എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. അപ്പൊ ഈ ഒരു സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 2 പ്ലസ് എക്സെട്രാസ് 2 നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ എന്ത് വരും? n. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയോ? അപ്പൊ നമുക്ക് ഇതിനെ മോളോട്ട് എടുക്കാല്ലേ എന്തിനാ? അപ്പൊ n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് എഴുതാല്ല ഇതിനാ? ഈ n കട്ടായി, ബാക്കി എന്തായി? n പ്ലസ് 1/2 എന്നായി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ എന്താ കിട്ടിയത്? ഈ ഒരു സാധനം കിട്ടിയല്ല, അതിന്റെ സ്ക്വയർ എടുക്കാം. സ്ക്വയർ എടുക്കുമ്പോ എന്ത് വരും? n പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതായത് ഇതിന്റെ ഈ ഒരു സാധനത്തിന്റെ സ്ക്വയർ ആണ്, ഇതിന്റെ അല്ല, ഇതിന്റെ സ്ക്വയർ. സമ്മേഷൻ ഓഫ് xi ബൈ n ആണ് ഇത്, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടി. ഇനി നോക്കിക്കേ, സമ്മേഷൻ ഓഫ് xi ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം നമുക്ക്? അതിനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ, സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ബൈ n. അതായത് എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്രാസ് ടു n സ്ക്വയർ ബൈ n എന്ത് വരും? അതായത് നമ്മളിപ്പോ ഓരോന്നിനും ഇപ്പൊ എടുത്ത സാധനത്തിന്റെ എന്ത് വരും? സ്ക്വയർ അല്ലേ വരുള്ളൂ. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? അല്ലല്ല, സമ്മേഷൻ ഓഫ് n. ഇതിന്റെ സമ്മേഷൻ എന്താണെന്നറിയോ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. അതറിയോ സ്ക്വയറിന്റെ? രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം. നോക്കിക്കേ, ഒരെണ്ണം n ഇൻറ്റു n പ്ലസ് 1/2, അത് 1 പ്ലസ് 2 പ്ലസ് എക്സെട്രാ n വരെയുള്ളതിന്റെ സമ്മ. രണ്ടാമത്തെ ഇക്വേഷൻ സ്ക്വയറിന്റെ സമ്മാണ് n ഇൻറ്റു n പ്ലസ് 1
ഇൻറ്റു 2n+1/6n. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6. പിന്നെ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഒരു n വരും, ഈ n. അത് മുകളിലോട്ടാവുമ്പോ എന്ത് വരും? n ഇൻറ്റു n+1 2n+1/6n. ആ എന്നുകൾ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇനി ഈ രണ്ടെണ്ണം ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ച്. ആനന്ദശാമിന് മനസ്സിലായാന്ന്? ഏന്നല്ല. ഇവിടെ നോക്ക്, നമ്മള് വേരിയൻസിന്റെ ഇക്വേഷൻ ആണ് ഇത്. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ഇതും ഉണ്ട്, ഇതും ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചേ, സമ്മേഷൻ xi ദ ഹോൾ സ്ക്വയർ ബൈ n മൈനസ് സമ്മേഷൻ ഓഫ് xi ബൈ n ദ ഹോൾ സ്ക്വയർ. അപ്പൊ ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇതെന്ന് പറയുന്നത് എന്താ? മീൻ ആണ്. മീൻ എന്ന് പറയുന്നത് എന്താ? x ബാർ ഇസ് ഈക്വൽ ടു സം വേരിയൻസിന്റെ ഇക്വേഷൻ. അപ്പൊ സമ്മേഷൻ ഓഫ് xi ബൈ n. xi എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ കാണേണ്ടത്. അപ്പൊ 1 + 2 + എക്സെട്രാസ് ടു n എന്ന് പറയുന്നതിന്റെ സമ്മ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താ? n ഇൻറ്റു n+1/2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ദിസ് n. ഈ n മുകളിലോട്ട് വരുമ്പോ എന്താവും? മുകളിൽ തന്നെ താഴത്തെ തന്നെ കട്ടാവും. n+1/2 കിട്ടും. ഈ സാധനം കിട്ടി. എന്ത്? n+1/2. ഇനി നമുക്ക് xi സ്ക്വയർ ബൈ n കണ്ടുപിടിക്കണം. അതായത് ഓരോ നമ്പറിന്റെ സ്ക്വയറിന്റെ സമ്മ് 1² + 2² + എക്സെട്രാസ് ടു n സ്ക്വയറിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷൻ ആണ് എന്ത്? n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6 ഡിവൈഡഡ് ബൈ ദിസ് ക്യാപിറ്റൽ n. ഈ n മുകളിലോട്ട് എടുക്കുമ്പോ എന്താവും? n ഇൻറ്റു n+1/2n+1/6n. എന്നും കട്ടാക്കി കളയാം നമുക്ക്. ഇനി ഈ വാല്യൂസ് കൊണ്ടുവന്ന് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും നോക്കിക്കേ. അപ്പൊ ഉണ്ടല്ലോ, കട്ട് ചെയ്യാണ്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടാ. എന്നെ കട്ട് ചെയ്ത് കളയാണ്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ. കാരണം കോമൺ പുറത്തെടുക്കാനുള്ളതുകൊണ്ട് അവർ കട്ട് ചെയ്യണില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും? n ഇൻറ്റു n+1 2n+1 ഡിവൈഡഡ് ബൈ 6n മൈനസ് ഇതിന്റെ സ്ക്വയർ ആയി ചെയ്തേക്കണം. അപ്പൊ എങ്ങനെ വരും? n+1 ദ ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാൻ അതിനാ. ഇനി അതിന് നമ്മള് n+1 പുറത്തെടുക്കാം. n+1/2 അല്ലേ മുകളിലും താഴത്തും ഉള്ളത്. ആ n+ ഏതാ? എന്നെ കട്ട് ചെയ്യണ്ട. അപ്പൊ n+1/2 പുറത്തെടുക്കാൻ വേണ്ടിട്ടാ. എന്നെ കട്ട് ചെയ്യണ്ട. അപ്പൊ n+1/2 ഞാൻ പുറത്തെടുത്തു. അപ്പൊ n+1/2 എന്ത് വരണേ? ബാക്കിയുള്ള ടേംസ് ഏതൊക്കെ? അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. n+1/2 കോമൺ പുറത്തെടുക്കുമ്പോ ബാക്കിയുള്ള ടേം ഏതാണ്? 2n. മാനസി പറഞ്ഞേ, ബാക്കിയുള്ള ടേം ഏതാ? n+1/2 ഇതിന് പുറത്തെടുത്ത് ബാക്കി ഇവിടെയുള്ള ടേം ഏതാ? 2n+1 ഇപ്പഴത്താ n+1/2. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും കേട്ടോ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് എഴുതിയില്ലായിരുന്നാ? പിന്നെ എന്താ ചിരിച്ച? ഇത് എഴുതിയായിരുന്നോ? ഈ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ എക്സാമിന്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ. മാനസ് പറയാ ആൻസർ പറഞ്ഞോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാ, സിംപ്ലിഫൈ ചെയ്താ. അപ്പൊ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള സാധനം എന്താന്ന് പറഞ്ഞേ? ചെയ്യും. അല്ലെങ്കിൽ ആനന്ദ് ശ്യാം പറ. തുടങ്ങിയിട്ടില്ലല്ലേ അവിടെ? എന്താ ചായക്ക് കടി? അല്ല, അതല്ല ഇവിടെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന നമ്മള് എന്താണെന്ന്. ഇവിടെ ക്വസ്റ്റ്യൻ അല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ബ്രാക്കറ്റിനുള്ളിൽ സിംപ്ലിഫൈ ചെയ്ത് പറ.
എത്ര കിട്ടിയടാ? ഫോണേക്കും ഞാൻ ഇത് എഴുതിച്ചിട്ട് വിടുള്ളൂ കേട്ടോ. മന്നം പിടിച്ചിരിക്കുന്ന ആൾക്കാരെ ഇതൊക്കെ മാറ്റിത്തരേ. ഇതിന്റെ ഉള്ളിൽ എന്ത് വന്നെന്ന് പറയടാ? എൻ സ്ക്വയറാ? എൻ സ്ക്വയർ എങ്ങനെ? എന്നിന്റെ ടൈം ഒന്നും ഇല്ലല്ലോ അവിടെ. എന്നെ എവിടെ ഉള്ളത്? എടാ ഇത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള പറയാനാ ഞാൻ പറഞ്ഞ. എൻ മൈനസ് 1/6. ഇനി പറ ഫൈനൽ ആൻസർ. അതായത് എൻ സ്ക്വയർ മൈനസ് 1/2. നീ ഫൈനൽ ആൻസർ പറഞ്ഞ. അപ്പൊ ഇതാണ് എന്റെ ആൻസർ കേട്ടോ. പെട്ടെന്ന് നോക്കി വെച്ചേക്കൊന്നുകൂടി. ഈ ഫോർമുല രണ്ടും അറിയാണ്ട് ചെയ്യാൻ പറ്റില്ല. n×n+1 2n+1/6 ഈ ഒരു ഫോർമുല. ഇത് പണ്ട് പഠിക്കുന്ന ഫോർമുല 10ാം ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ അല്ലേ? ചോദിക്കാം, മനസ്സിലായാലും ചോദിക്കും. ഇര വിഴിഞ്ഞ പോലെ ഇരിക്കാണ്ട്. അനന്ത് ശ്യാമിന് മനസ്സിലായ? എവിടെ മനസ്സിലാവത്ത? ഇവിടെ ഡയറക്റ്റ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്തേക്കണേ. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്ത് ഈ സാധനം ഇട്ട് കൊടുത്തു. ഇതിന് പകരം എന്ത് ചെയ്ത് ഇതിന്റെ സ്ക്വയർ, ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മള്. അതിന്റെ സ്ക്വയർ ഇട്ട് കൊടുത്തു അവിടെ. അപ്പൊ n+1 ഹോൾ സ്ക്വയർ 2 സ്ക്വയർ 4 വന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ n കട്ടായി, അത് നേരത്തെ കട്ടാക്ക വേണമെങ്കിൽ. ഇനി അതിൽ നിന്ന് നമ്മള് n+1/2 കോമൺ പുറത്തെടുത്ത് ബാക്കിയുള്ളത് 2n+1/3 മൈനസ് ഇവിടെ n+1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത്. കോമൺ n+1/2 എടുത്ത് പുറത്തോട്ട്. കഴിഞ്ഞില്ല? എന്താ 5:30 ബ്രേക്ക് അല്ലേ നീ പറഞ്ഞ? 5:30 പോയടാ അവിടുന്ന്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്തേ. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് 10 മൾട്ടിപ്പിൾ ഓഫ് 3. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് 10 മൾട്ടിപ്പിൾ ഓഫ് 3 തന്നെ ചെയ്യാന്നുള്ളൂ. ഫസ്റ്റ് 10 മൾട്ടിപ്പിൾ ഓഫ് 3 എന്താ? 3, 6, 9, 10 അങ്ങനെ പോട്ടെ 13 വരെ. എന്നിട്ട് അതിന്റെ വേരിയൻസും ഇതും കണ്ടുപിടിക്കാം. വേഗം കണ്ടുപിടിച്ചേ. എടാ എന്താണ് ബാഗ് എന്നൊക്കെ വന്നിട്ടാണ് ചേച്ചി? അല്ല ചെയ്ത് ശരിക്കും ഇത് ചെയ്യുമ്പോ ശരിക്കും എ സിയിൽ ഇരിക്കണം അല്ലേ? തലക്ക് പ്രാന്തിരിക്കുന്നു. ചൂടെടുത്തിട്ടെ ചെയ്തടാ. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് 10 മൾട്ടിപ്പിൾ ഓഫ് 3. അനന്ത് ശ്യാം ചെയ് വേഗം. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് 10 മൾട്ടിപ്പിൾ ഓഫ് 3. 30 വരുന്നില്ല അതിന്റെ അകത്ത്? 30 ഇൻക്ലൂഡഡ് ആണ്. 30 ഇൻക്ലൂഡഡ് ആണേ. എടാ ടോട്ടൽ തന്നെ ആഡ് ചെയ്തിട്ട് അവൻ തുടങ്ങിയിട്ട് പോലും എന്നിട്ട് അവൻ ടോട്ടൽ വയ്ക്കാൻ ഇറങ്ങണം. എവിടെ ടേബിൾ എവിടെ? എക്സ് ബാർ ഒക്കെ ഞാൻ ബോർഡിൽ എഴുതിയിടാം. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് കിട്ടിയിട്ട് എന്നെ കാണിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാൽ മതി കേട്ടോ. കഴിഞ്ഞ എക്സ് ബാർ 30 അല്ലട 5. അത് ഞാൻ ചെറിയാൻ വന്നത് അല്ലേ? അത്ര ക്രൂരസ്ത്രീ അല്ലടാ ഞാൻ. അനന്തശാം മാത്രമേ ഉള്ളൂ മിടുക്കൻ. മറ്റുള്ള അവൻ ആരുടെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് അവന് ചെയ്തത്. ബാക്കിയെല്ലാം കിടക്കാം.
കളിയാക്കി എന്ത് കളിയാക്കി? അത് പിന്നെ എന്താ ചെയ്യാൻ? ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ അവനെ കളിയാക്കല്ല വേണ്ടത്. ചെയ്താ ചെയ്തേ. ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ പോയിരിക്കും അവന്റെ അടുത്ത്. അപ്പൊ അതിന് നോക്കി എഴുതാല്ലേ അത്. നീ ഇതിന് അവനെ നോക്കണം, ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുവോളോ? കളിവിലത്തോണ്ടോ മടിയായിട്ടാ അവന്. ഞാൻ ഓരോന്നും ചോദിക്കാം വാല്യൂ, അപ്പൊ ഓരോരുത്തർ പറഞ്ഞാൽ മതി. എടാ നിങ്ങൾ ഇത്ര ടൈം സെറ്റ് ചെയ്തിട്ട് ഇത് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എക്സാമിന്. ആ സ്ക്വയർ ചെയ്യണം, സ്ക്വയർ അങ്ങോട്ട് ചെയ്യണം. അതിനല്ലേ ഞാൻ തന്നു. ആ ചെയ്. ആ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കൂടി ഇല്ലെന്നുള്ള കാര്യം ഓർത്തിട്ട് വേണം ചെയ്യാൻ. കേട്ടാ പറഞ്ഞത്? ഈ ചാപ്റ്റർ കഴിഞ്ഞായിരുന്നാടാ ക്ലാസ്സില്? എടാ മറ്റേ സിമ്പിൾ ഷോർട്ട് കട്ട് മറ്റേ പഠിപ്പിച്ചാടാ? ആയിട്ടില്ല. എടാ നീ ആരാ ഇത് കഴിഞ്ഞത് ഈ ചാപ്റ്റർ? ആരും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ അത് പുതിയ ഒരാളെ പോലെ ഇരിക്കുന്നതാ. ഷോർട്ട് കട്ട് പഠിപ്പിച്ചായിരുന്നാ? ഇല്ല. ആ വരും, അങ്ങോട്ട് ചെയ്യണം. 13.5 സ്ക്വയർ വേണം ഞാൻ പറയാം. 182.25. ബാക്കി ഞാൻ പറയൂല, ബാക്കിയെല്ലാം കണ്ടുപിടിച്ചു. അതിന്റെ മാത്രം പറഞ്ഞുതരാന്ന് ഉദ്ദേശിച്ചത്. എന്താ സംസാരിച്ച് സമയം കളയാൻ നിൽക്കല്ലേ ഇവിടെ. ഒറ്റ സംസാരിക്കാൻ നിൽക്കണ്ട. ആൻസർ വേണമെങ്കിൽ ബോർഡിലോട്ട് നോക്കിയാൽ മോഡുലസ് സ്ക്വയർ എടുക്കുമ്പോ പോലാടാ. മോഡുലസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എക്സ് എ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എടുക്കും. അപ്പൊ നമുക്ക് പോയിക്കോളും. എന്താ മോഡുലസ് സ്ക്വയർ എടുക്കുമ്പോ പോവല്ല. മൈനസ് വേണ്ട, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം സ്ക്വയർ എടുക്കുമ്പോ അത് പോകും. ഫൈനൽ ആൻസർ കിട്ടിയാ? വിവേകിന് ബുദ്ധിമുട്ടാവോ? വിവേകിന് ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ എഴുതി തന്നത് അങ്ങോട്ട് എഴുതാനേ? തന്നെ ചെയ്തേടാ. മോഡുലസ് ഉണ്ട്. മൈനസ് ഇട്ടാലും കുഴപ്പമില്ലടാ. സ്ക്വയർ എടുക്കൂല നമ്മൾ. എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എടുക്കുമ്പോ അതങ്ങ് പോവും. ഡിജിറ്റാ? അത് കൊള്ളാം. മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞൂടെ ഇതുവരെ?
അതെങ്ങനെ 135 ഇൻറ്റു 135 രണ്ട് ഡിജിറ്റ് മാറ്റിയാണ് പോയിന്റ് ഇട്ട് കൊടുത്ത ഏതാണ് ഈ ചോദിക്കണം ഇതിന്റെയാണോ ചോദിച്ചാ അതിന്റെ 110.25 തെറ്റാണോ അത് നിനക്കാണോ ഇവർക്കാണോ തെറ്റി നോക്കട്ടെ ആരാ പറയണ തെറ്റാന്ന് ഏ 56 എടാ എടാ നീ എല്ലാം ചെയ്യേണ്ടായിരുന്നു ഒന്നെണ്ണം പോയി മൾട്ടിപ്ലൈ നോക്കിയിട്ടില്ല അവൻ വെറുതെ ഇരുന്ന് കോപ്പി അടിച്ച് അങ്ങനെ എഴുതണേ ഷോർട്ട് കട്ട് മെത്തേഡ് പഠിപ്പിക്കണടാ കാരണം ടെക്സ്റ്റിൽ അത് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചോദിക്കോ ചോദിക്കോടാ സെവൻ 742.5 ഫാഹിബേ കഴിഞ്ഞ ആ ബാഗിന്റെ വള്ളി തൂങ്ങിയിരിക്കാൻ കുറെ നേരം ആയല്ലോ അവൻ മാത്രത്തിന് സ്പീഡ് ചെയ്ത് കഴിഞ്ഞത് ബാക്കിയുള്ളവന്മാർ ഇവിടെ നിരങ്ങണേ അവൻ മാത്രം മാക്സിമം സ്പീഡിൽ അക്യൂറസിയും ചെയ്തോളൂ കാര്യം മടി നിന്നിട്ട് കാര്യമില്ല എന്തായാലും ചെയ്യണ്ടല്ലേ എത്ര സമയം എടുക്കണം എന്നൊക്കെയോമാര് അനന്ത് ശാമ മൾട്ടിപ്ലൈ എവിടേക്കും ദൈവത്തിന് അറിയാം കാൽക്കുലേറ്റർ ഇല്ലാത്ത വലിയ കഷ്ടമുണ്ടോ നിങ്ങക്ക് എല്ലാം മൾട്ടിപ്ലൈ നോക്കി എന്താ
ബോർഡല്ലേ +1 ബോർഡല്ലേ? ഇത് കഴിഞ്ഞ ആൾക്കാര് ടെക്സ്റ്റ് ബുക്കില് വെയിറ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. ജ്യോതിഷന്റെ വെറുതെ ഇരിക്കണമല്ലോ എനിക്ക് ഭ്രാന്ത്. അതൊക്കെ 7th ക്വസ്റ്റ്യൻ എക്സൈസ് 13.2 7th ക്വസ്റ്റ്യൻ ചെയ്യാം കഴിഞ്ഞ ആൾക്കാര്. എടാ ഇതിന് മേലെ നീ ബാഗ് മോഡ് ഇങ്ങോട്ട് വരരുത് കേട്ടാ. എന്നാ എടുത്തു വെച്ചാ ബാഗ്. അവനെ വന്നപ്പോ തുടങ്ങി അതിനകത്ത് കളിക്കണേ. ചെയ്ത് 13.2 7th ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? അവൻ ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു കഷ്ടപ്പെട്ട്. അവിടെ നിന്ന് പടം വരയ്ക്കണം. 13.2 7th ക്വസ്റ്റ്യൻ ചെയ്തേ. രണ്ടുപേരും കൂടെ ടെക്സ്റ്റ് നോക്കി ചെയ്യും. കേട്ടാ ഫാഹിബേ? ആ ചെയ്. ടെക്സ്റ്റ് എടുത്ത നിന്റെ എടാ, നിന്റെ കുഞ്ഞു ടെക്സ്റ്റ് എടുത്തടാ. കുഞ്ഞു ടെക്സ്റ്റ് നിന്റെ എന്റെ ക്ഷമ വെറുതെ പരീക്ഷിക്കരുത്. ബാഗ് പറഞ്ഞ കാണിച്ചേ. എടുക്കടാ 13.2. നീ ഞാൻ ചെയ്തും കൂടി തരണ. 7th ക്വസ്റ്റ്യൻ അതിൽ നോക്കി. അതിൽ എക്സേ കണ്ടുപിടിക്കണം, മിഡ് പോയിന്റ് എടുത്തിട്ട് കണ്ടുപിടിക്കണം. ബാക്കിയുള്ളത് നമുക്കറിയാലോ. ചെയ്ത് കഴിഞ്ഞാ ഞാൻ തീരും അത്. വേഗം ചെയ്യുന്ന. എടാ ഇത് ഇടക്ക് വീർത്തി വരണ്ട ഈ സാധനം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ താഴ്ന്നു പോലെ. ഫൈനൽ ആൻസർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ. ചെയ്ത് നോക്കിയിട്ട് ശരിയാണോ നോക്കുക കേട്ടോ. അല്ല ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ. എക്സേ കണ്ടുപിടിക്കണേ. നമുക്കിപ്പോ 0 to 13 കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ മിഡ് പോയിന്റ് എടുത്താൽ മതി കേട്ടാ. അപ്പൊ ആദ്യം എക്സ് ഐ, ഇവിടെ എഫ് ഐ ഉണ്ട്. എക്സ് ഐ ഫസ്റ്റ് കണ്ടുപിടിക്കട്ടെ. എക്സ് ഐ എന്ന് പറയണ മിഡ് പോയിന്റ്. എഫ് ഐ കണ്ടുപിടിക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതിനകത്തല്ല, മീഡിയയിലല്ലേ കണ്ടുപിടിക്കണം നമ്മള്. അതായത് സമ്മേഷൻ ഓഫ് എഫ് ഐ എക്സ് ഐ കണ്ടുപിടിച്ചാൽ മതി. എക്സ് ബാർ ഈക്വൽ ടു എന്താ? എഫ് ഐ എക്സ് ഐ ബൈ സമ്മേഷൻ ഓഫ് എഫ് അല്ലേ.
ഇവരിത് ഷോർട്ട് കട്ട് വെച്ചിട്ടായിരിക്കണം. ഷോർട്ട് കട്ട് വെച്ചിട്ടുള്ള പറഞ്ഞു തരട്ടെ എന്നാ. ഷോർട്ട് കട്ട് വെച്ച് പറഞ്ഞതിൽ എന്താ പ്രശ്നം അറിയോ? വലിയ വലിയ കാൽക്കുലേഷൻസ് വരും. എടാ ഷോർട്ട് കട്ട് വെച്ച് പറഞ്ഞു തരട്ടെടാ. ഷോർട്ട് കട്ടില് എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ളത് എ പ്ലസ് എച്ച് ഇൻറ്റു സമ്മേഷൻ എഫ് എഫ് ഐ യു ഐ ബൈ സമ്മേഷൻ എഫ് എഫ് ഐ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടിലുള്ള എക്സാം. നിക്ക് ഷോർട്ട് കട്ട് പറയാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതും വെച്ചിട്ടിരിക്കും. നീ അത് ചെയ്തോ, നീ ഷോർട്ട് കട്ട് ചോദിച്ചു ചെയ്താ. ഷോർട്ട് കട്ട് പറയട്ടെ. എടാ ഷോർട്ട് കട്ട് വേണ്ട ആൾക്കാർ മറ്റേ ശ്രദ്ധിച്ചാൽ മതി, അല്ലാത്തവന്മാര് മറ്റേ ചെയ്തോ. അപ്പൊ നോക്കിക്കേ, ഷോർട്ട് കട്ടില് നമ്മള് എക്സ് ഐ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. എഫ് ഐ ഓൾറെഡി തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ എക്സ് ഐ എന്താ? ഫസ്റ്റ് എക്സ് ഐ പറഞ്ഞേ 15 ഉണ്ട് 2 ഉണ്ട്. അപ്പൊ ഷോർട്ട് കട്ട് നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എ പ്ലസ് എച്ച് ഇൻറ്റു സമ്മേഷൻ എഫ് ഐ യു ഐ ബൈ സമ്മേഷൻ ഓഫ് എഫ് ഐ ആണ് ഇക്വേഷൻ എക്സ് ബാർ കണ്ടുപിടിക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യണ മെയിൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കണം മനസ്. എ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യണ മെയിൻ. അപ്പൊ നമ്മൾ ആദ്യം മിഡ് വാല്യൂസ് ചെയ്ത ഇവിടെ എന്ത് വരും? 15, 45, 75, 105, 135, 165, 195. ഇതിന്റെ നടുക്കാടി ഏത് വാല്യൂ വരുന്നത്? 1, 2, 3. നടുക്കാടി ഇതല്ലേ ഉള്ളത്? ഇതാണ് നമ്മുടെ അസ്യൂംഡ് മീൻ. അപ്പൊ അസ്യൂംഡ് മീൻ ആണ് നമ്മൾ എന്ത് പറഞ്ഞേക്കണം? 105 പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താ? എച്ച് എന്ന് പറയുന്നത് അതായത് ക്ലാസ് ഇന്റർവെല്ലിന്റെ വിഡ്ത്ത് 90 to 120 വരെ എത്രയുണ്ട്? 13 30 വെച്ചിട്ടല്ലേ പോണോ? അപ്പൊ അത് നമ്മൾ 13 എടുത്ത് സമ്മേഷൻ ഓഫ് എഫ് ഐ യു ഐ എന്ന് പറയുമ്പോൾ യു ഐ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ആ യു ഐ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. എക്സ് ബാർ ഫോർമുലയിൽ ഉപയോഗിച്ചിട്ടില്ല, അവർ അസ്യൂം ചെയ്തേക്കുന്ന ഒരു മീനാ. എക്സ് ബാർ നീ കണ്ടുപിടിച്ചാ എത്രയുണ്ട്? ഇല്ല, 10 ഇതിലില്ല. ഫൈനൽ ആൻസർ കറക്റ്റ് ആയി നോക്കാൻ പറ്റുള്ളൂ നമുക്ക്. ചെയ്തോ ലാസ്റ്റ് ആൻസർ പറഞ്ഞാൽ അതിന്റെ അടുത്ത്. ഇപ്പൊ ശ്രദ്ധിക്കേ, പിന്നെ നമ്മുടെ യു ഐ ഈക്വൽ ടു ശ്രദ്ധിച്ചേ, യു ഐ ഇസ് ഈക്വൽ ടു നോക്കിക്കേ എക്സ് ഐ മൈനസ് നമ്മുടെ അസ്യൂം ചെയ്ത മെയിൻ ഡിവൈഡഡ് ബൈ 13. എടാ ഇവിടെ ശ്രദ്ധിക്കണം ഒന്ന്. യു ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ ബൈ 13. എക്സ് ഐ എന്താ? 15 മൈനസ് എ എന്ന് പറയുന്നത് അസ്യൂം ചെയ്ത മീൻ 105 ബൈ 13 ചെയ്ത് ഓരോന്നും കണ്ടുപിടിക്കണം. എന്നിട്ട് അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. എന്താ? ഇനി ആ യു ഐ കണ്ടുപിടിച്ചതിന് ശേഷം എഫ് ഐ യു ഐ കണ്ടുപിടിക്കാം. മോഡില്ല, നെഗറ്റീവ് അല്ല. എഫ് ഐ യു ഐ കണ്ടുപിടിക്കാം. അല്ലല്ല, എഫ് ഐ യു ഐ അല്ല, യു ഐ സ്ക്വയർ കണ്ടുപിടിക്കാം. ഒറ്റടിക്ക് കിട്ടും നമുക്ക് ലാസ്റ്റത്തെ ഫൈനൽ ആൻസർ. അതിനുശേഷം എഫ് ഐ യു ഐ കണ്ടുപിടിക്കാം. എഫ് ഐ യു ഐ ഇനി എന്താ അടുത്ത് കണ്ടുപിടിക്കാം? എഫ് ഐ യു ഐ സ്ക്വയർ കണ്ടുപിടിക്കാം. വേരിയൻസിന്റെ ഫോർമുല വരേണ്ടത്. അപ്പൊ മീൻ ആദ്യം കണ്ടുപിടിച്ച് വെച്ചോളാം. എഫ് ഐ യു ഐ സ്ക്വയർ എ നമ്മൾ അസ്യൂം ചെയ്യണം മീൻ ഏകദേശം നടുക്കായിട്ടുള്ള മീൻ. ചേട്ടന് ക്ലാസ് വിട്ടടാ. ക്വസ്റ്റ്യനിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ മാനസ്, ക്വസ്റ്റ്യനിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ മീനിന്റെ ഫോർമുല ഇത് യൂസ് ചെയ്തത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മറ്റേ സിംപ്ലിഫൈഡ് ഫോം ആണ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ
സമ്മേഷൻ FI UI. വിവേകിനെ ഇവനെ ഞാനിപ്പോ പുറത്താക്കൂടെ ഇവിടെ എത്ര കിട്ടി? 105 107 ആണ് ഇതിനകത്ത് എഴുതിയേക്കണം. അതാ കിട്ടിയ X ബാർ. ഇതാണ് സിഗ്മ സ്ക്വയറിന്റെ ഇക്വേഷൻ. വേഗം കണ്ടുപിടിച്ചേനെ. കിട്ടിയാ നിങ്ങക്ക്? ഏതാ കിട്ടിയ വാല്യൂ? 11.2. 11.2 അല്ലല്ലോടാ, നോക്കട്ടെ. നോക്കട്ടെ. സം ഓഫ് FI എത്രയാണ് കിട്ടിയത്? 2 പ്ലസ് ബാക്കിയുള്ളവർ ഷോർട്ട് കട്ടിൽ ചെയ്യട്ടാ. രണ്ടുപേർക്കും അത് തന്നെയാണ് കിട്ടിയത്. എടാ മണ്ടന്മാരെ, നിങ്ങൾക്ക് ഇവിടെ തെറ്റിച്ചിട്ടുണ്ടല്ലോ. ആൻസർ 107. 3210. കാൽക്കുലേഷൻ കറക്റ്റ് ആണ് കേട്ടോ. രണ്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടണം കേട്ടോ. ഷോർട്ട് കട്ട് ഉപയോഗിച്ചാലോ അല്ലെങ്കിലും. ഷോർട്ട് കട്ട് തരണെന്ന് വെച്ചാൽ ചില മണ്ടന്മാർ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് തെറ്റ് ചെയ്ത് വെക്കും. നിന്നല്ല, നിന്റെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അക്യൂറസി നല്ലോണം ഉണ്ടെങ്കിൽ മറ്റേ രീതിക്ക് ചെയ്യാം. കാൽക്കുലേഷൻസ് കുറച്ച് വലുതായിട്ട് വരും. അപ്പൊ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യാം. അതാണ് ഇവിടെ പ്രത്യേകത വെച്ച് നമ്മളൊരു മീൻ അസ്യൂം ചെയ്തിട്ട് എക്സാക്ട് മീൻ കണ്ടുപിടിക്കും. വലിയ വാല്യൂസ് ആണ്, വലിയ നമ്പേഴ്സ് ആണ് അവിടെ കിട്ടിയത്. എവിടെ കാണിച്ചേ? അത്ര വലിയ വാല്യൂ അല്ലല്ലോ. അപ്പൊ ചെയ്യാൻ ഈ സാറ്റർഡേ വർക്കിംഗ് ആണാടാ? ഈ സാറ്റർഡേ വർക്കിംഗ് ആണോ? അല്ല. കഴിഞ്ഞാ എടാ ചെയ്ത് കഴിഞ്ഞാ? ആനന്ദിച്ച ഈ ചെയ്യണതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണോ? ചെയ്ത് കഴിഞ്ഞാ? എടാ പടം വരച്ച് കളിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഹിറ്റ് ചെയ്താ മനസ്സേ? കാറ് വരച്ച് കഴിഞ്ഞാ? മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണം, ഞാൻ ചോദിച്ച. നോക്കിയതാണ് എന്താ രസം. കണ്ടവൻ ചെയ്യണത് നോക്കി ഒരു കുസലില്ലാണ്ട് എഴുതാൻ. ആരെ കുറിച്ചായിരിക്കും? നിന്നെ കുറിച്ചല്ല, നീ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അതിനാണ് നിന്നെ പിടിച്ച് ഫ്രണ്ടിലിരുത്തണടാ അവൻ. ഇപ്പഴേ നിനക്കൊക്കെ മടിയടാ, അപ്പൊ പിന്നെ നീയൊക്കെ പരീക്ഷ ഹാളിൽ എന്ത് ചെയ്യും?
നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ നമുക്ക് പിന്നീട് വല്ലപ്പോഴും ചെയ്താൽ എന്ത് പറ്റില്ല, ക്ഷീണം തോന്നൂല. വല്ലപ്പോഴും ചെയ്യണവന്മാർക്കായിരിക്കും പരീക്ഷ കാലിലെത്തുമ്പോൾ ഉറക്കം തൂങ്ങലും മടി ടെസ്റ്റും ഒക്കെ വരുന്നത്. സ്റ്റാറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെ, നമുക്ക് എന്ത് കെയർലെസ് മിസ്റ്റേക്ക് വരുള്ളൂ അതിന്റെ അകത്ത് വരുന്നത്. ചിലവന്മാർക്ക് 9x8 അറിയാൻ പാടില്ല. 8ന്റെ ടേബിളും 7ന്റെ ടേബിളും ഒക്കെ ഇരുത്തി പഠിപ്പിക്കേണ്ടി വരും. എന്താ കഴിഞ്ഞ സമയത്ത് 6 മണിയായിട്ടുള്ളു. ഇതാണോ ഭയങ്കര ഇട്ട്? ആരാണ് ആദ്യം ചെയ്തത് നോക്കട്ടെ. 62 into 62 ആ. 3844. ഏ 92ന്റെ സ്കോറാ? ഞാനാടാ ചെറിയ കാൽക്കുലേഷൻ. 8464. മണ്ണേറ്റല്ലേ? 324. നീ ഒരു 20 വരെയുള്ള സ്ക്വയർ. അതാ 324 അവന്റെടാ. നിനക്കെന്താ 20 സ്ക്വയറാ? 784. നിങ്ങൾ ഷോർട്ട് കട്ട് മെത്തേഡ് ആരൊക്കെ ചെയ്യണത്? ആൻസർ എഴുതണോടാ? എഴുതണോ ആൻസർ? ഓ അല്ല, ഇങ്ങനെ ആട്ടണ്ട, ചെയ്യാണ്ടിരിക്കാനല്ലേ. അല്ല, ഓരോ സ്റ്റെപ്പിന്റെ ആൻസർ. ലാസ്റ്റ് തെറ്റിപ്പോയാലോ? എച്ച് എന്നല്ല, എച്ച് ക്ലാസ് എടുത്തടാ. ആ ഈ മെത്തേഡ് തന്നെ എളുപ്പം. മറ്റേത് കൊറേ കാൽക്കുലേഷൻ വരും. ജ്യോതിഷിരുന്ന് അവിടെ ഇരുന്ന് ബബ്ബ അടിക്കണ കാണുന്നുണ്ട് ഞാൻ. എന്തേലും ചെറിയ തെറ്റിയാ മൊത്തം തെറ്റും. മതിയായിട്ട് മാനസ് ചെയ്യാനുണ്ട്. എന്തിനായിട്ട് അങ്ങനെയായിട്ട് നോക്കണം ചെയ്യാങ്ങള്? 107 കിട്ടിയില്ലേ? ഫോർമുല താണെന്ന് യൂസ് ചെയ്ത് A+ ആണ് കേട്ടാ. മൾട്ടിപ്ലൈ ചെയ്താ 105 + 13 into 2/13. 30. A ബാറാ? X ബാർ
തലക്കിട്ടാൻ കൊടുക്കും 6/8 എന്താണ് ഇങ്ങനെയായിരുന്നു ആലോചിക്കുന്നത്. 2 എക്സ് ബാറും കണ്ടുപിടിക്കണം മോനെ, ഇതും കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് വേരിയൻസ് കണ്ടുപിടിക്കണം. സിഗ്മ FIUI കണ്ടുപിടിക്കണം. സിഗ്മ FIUI 76 അല്ല 2 നെഗറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്യണോട്ടെ. അതിന്റെ അത് ആഡ് ചെയ്യുമ്പോ എല്ലാം മാറും. 2 ആണ് FIUI. നെഗറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്യണം. FIUIയുടെ സമ്മ -6 നെഗറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്യണം. എന്താടാ എന്തായി ജ്യോതിഷ കിട്ടിയാ? ഞങ്ങ പോയി കഴിയുമ്പോഴും കിട്ടോ? അതിന് സംഭവമാണ്, അതും വേണമല്ലോ ഈ ഫോർമുലയില്. അതാണ്ട് FIUI കണ്ടുപിടിച്ച് FIUI സ്ക്വയർ കണ്ടുപിടിച്ചു. UIക്ക് മാത്രമേ ഉള്ളൂ സ്ക്വയർ. എടാ കാൽക്കുലേറ്റർ വെച്ചടാ, കളത്തിരം കാണിക്കുന്ന അതിലുണ്ട്. എന്തിട്ടാ 130 84.0. ആൻസർ അതോട്ട് ഒരു ബന്ധമില്ലാത്ത സാധനം. ജ്യോതിഷപ്പൊ കണ്ടുപിടിക്കും. അല്ല, എന്താ H മൾട്ടിപ്ലൈ ചെയ്താ 13 മൾട്ടിപ്ലൈ ചെയ്താ ജീവിതം കട്ട് ചെയ്ത് ആൻസർ നീയൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞല്ലോ. കണ്ടുപിടിച്ച് 4 ഡിജിറ്റുള്ള സാധനം, 4 ഡിജിറ്റുള്ള സാധനം. ആൻസർ 107. മാനസിന് കിട്ടിയില്ലേ എക്സ് ബാർ? എന്ത് കിട്ടും? കൊറേ നേരം തുടങ്ങിട്ട്. അനന്ത് ശർമ്മ ആദ്യം ചെയ്യും കണ്ടോട്ടാ. അവനങ്ങനെ ഇരിക്കണം വിചാരിക്കട്ട. ഇടയ്ക്ക് ഞാനൊന്ന് പൊക്കി കൊടുക്കും. അപ്പൊ അവനിങ്ങനെ പോളോട്ട് പോയിട്ട് പിന്നെ തടുത്തു. UIക്ക് മാത്രം സ്ക്വയർ, ഓൾട്ട് ഞാൻ എല്ലാത്തിനും സ്ക്വയർ ചെയ്യണ്ടേ? UIക്ക് മാത്രമാണ് സ്ക്വയർ. എടാ ചോദിച്ച കഴിഞ്ഞാണോ മോനെ? അല്ല, തെറ്റാ. ഇതൊക്കെ ഇപ്പൊ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞല്ലേ. ഷോർട്ട് കട്ട് ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞല്ലേ. അപ്പൊ ഭയങ്കര ദൈവമാർക്ക് ഇപ്പൊ കിട്ടും. ഇല്ല മാനസിക നാളെ FI വെച്ചൊക്കെ മൾട്ടിപ്ലൈ ചെയ്താടാ. XI X bar ഹോൾ സ്ക്വയർ ഇൻറ്റു F ഒക്കെ ചെയ്താ. അതൊന്നും ആവശ്യമില്ലാത്ത
പിന്നെ ഇവിടെ ഫ്രീക്വൻസി അതൊക്കെ എന്തിനാ വെറുതെ കാണാനാ? ഡിവൈഡഡ് ബൈ സം ഓഫ് FI. ബുക്ക് ഞാൻ വലിച്ചെറിഞ്ഞ FI വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലേ മണ്ടന്മാര് അല്ലേ? സം എടുത്തില്ല, പിന്നെ എന്തിനു മൾട്ടിപ്ലൈ വെച്ചാൽ അതിനകത്ത് കണ്ടുപിടിച്ച് ആൻസർ കിട്ടിയാൽ മതി. ഞാൻ നോക്കിയിട്ട് പറയാം ആൻസർ കറക്റ്റ് ആണ്. എന്താണ് വണ്ടിയാ? ഏത് വണ്ടി? ഫോർമുല ഇട്ടതൊക്കെ കറക്റ്റ് ആണോ? ഇതിന്റെ സ്ക്വയർ ആണ് പോലെ. ഇതിന്റെ സ്ക്വയർ 2/30 സ്ക്വയർ ആണ്. കണ്ടാ ഇവിടെ സ്ക്വയർ വരും. വേഗം കണ്ടുപിടിക്കുക, മരിപ്പ കണ്ടുപിടിക്കും. എടുത്തിടാ പേന. എന്താ മോനെ? അയ്യോ അത് ഞാൻ മിഡ് പോയിന്റ് എടുക്കണം. അത് നിങ്ങൾ ഏതോ ഫ്രീക്വൻസി. വേഗം ചെയ്, ബാച്ചാ. ശരി. മാർക്കത് പെട്ടെന്ന് കിട്ടും. ശ്രീമന്തന്മാര് ചെയ്യുന്നു. ഇത് വേഗം ചെയ്യടാ. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടാണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുന്നേക്ക. അതാ മിഡിലെടുത്താ മതി. കുറച്ച് വാല്യൂസ് ആണ് ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പൊ നിങ്ങൾക്ക് മിഡിലെടുത്താ മതി.
കഴിഞ്ഞോടെ കാണിച്ചാൽ മതി, ഞാൻ നോക്കിട്ട് പറയാം. ഇന്നുണ്ടോ അല്ലെങ്കിൽ ഉമ്മാരായിട്ട് മണ്ടന്മാരാ. അല്ല, തെറ്റാണെങ്കിൽ തെറ്റെന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ രണ്ടാമത് ചെയ്തോളൂ. എന്തെളുപ്പം എക്സ് ബാർ കഴിയുമ്പോ നിങ്ങൾക്ക് കാണിക്കാം. അല്ല, ഇതെന്താ 25 + 2 15 ആണ്. എത്ര? അടുത്ത ഇത് അപ്രാളം എടുക്കണ്ട. ഒരു അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ എടുക്കാണ്ട്, അതുകൂടി കഴിയുമ്പോ സ്റ്റോപ്പ് ചെയ്യാം. സ്ക്വയറൊക്കെ എടുത്താടാ. സ്ക്വയർ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് കളയല്ലേ. കട്ട് ചെയ്ത് കളയല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കും. കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ലടാ, അപ്പുറത്തും കട്ട് ചെയ്ത് കളഞ്ഞ പ്രശ്നമില്ല.
എച്ച് സ്ക്വയർ ആണേ പുറത്ത്. എച്ച് സ്ക്വയർ ജ്യോതിഷൊക്കെ സ്പീഡ്. കിട്ടിയാടാ? അതൊന്നും ഞാൻ പറയലക്ക്. സാധനം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിയാണോ അല്ലേന്ന് പറഞ്ഞുതരാം. തെറ്റാ തെറ്റാ കൊണ്ട കൊണ്ട തെറ്റാ തെറ്റാ. അടുത്ത തറയിട്ടുണ്ട് പക്ഷെ തെറ്റാണ്. പക്ഷെ അടുത്ത തറയിട്ട് ആ ഗോഡന്ന് കറക്റ്റ് കാലം വേണം എനിക്ക്. കൊണ്ട ചോദിച്ചോണ്ടാ അനന്ത് ശർമ്മ ജയിക്കും. അതൊക്കെ കറക്റ്റാ. സമ്മേഷൻ FIUI ദ സ്ക്വയർ. അതിന്റെ കാൽക്കുലേഷനിലായിരിക്കും തെറ്റിയത്. നിങ്ങളുടെ തെറ്റാ. നിങ്ങളുടെ പിന്നെ ഒന്നും നോക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയെങ്കിലും വാല്യൂ തെറ്റിട്ടുണ്ടാവും. ഉമ്മാരുടെ ഇക്വേഷൻ ഞാൻ ഇറക്കിച്ചിരിക്കാം. ലാസ്റ്റത്തെ സ്റ്റെപ്പിലല്ല ഡിവൈഡ്. ഇവിടെ ശരിയാ. എച്ച് സ്ക്വയർ അല്ലേടാ? എച്ച് സ്ക്വയർ ഇട്ടോ? അത് കറക്റ്റാ. ഇവിടെ നിന്ന് ഏതൊക്കെയാ ഒന്നോടി കിട്ടാടേ. ഞാൻ പോണത് ചെയ്യ. നീയൊക്കെ പോലെ പറഞ്ഞ ചെയ്ത് തന്നെ കാണിക്കാന്ന്. ഇത് ചെറിയ വാല്യൂ ആണ്. ചെറുത് തെറ്റാ തെറ്റ. ഇവന്മാരെന്ത് രണ്ടുപേരും ഒരേ തെറ്റി ആവർത്തിക്കണം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. FIUI ദ സ്ക്വയർ മൈനസ് പോയിന്റ് ഒന്നും ഇല്ലാത്തൊരു വാല്യൂ. അത്ര പറഞ്ഞുതരാം. പോയിന്റ് ഇല്ലാത്തൊരു വാല്യൂ. മൂന്ന് ഡിജിറ്റ്. 132. 132. നിന്നെന്താ തെറ്റിയത്? 132. ഇവനെന്താ തെറ്റിയത്? നിന്റെ നേരത്തെ തെറ്റിയത്? പ്രൂവ് ചെയ്യാൻ അവസരമുണ്ട്, പേടിക്കണ്ട. എടാ ഇതിൽ പ്രത്യേകിച്ച് വലിയ വലിയ കാൽക്കുലേഷൻസ് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തെറ്റും. അടുത്ത പ്രാവശ്യം വേറെ ദിവസം തരാം.